ഹായ്, നമുക്കൊരു തേട് കറി വെച്ചാലോ? തേട് നന്നായി വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് മാറ്റി വെക്കുക. അത് കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി എടുത്ത് വെക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില, പുളി എന്നിവ എടുത്ത് വെക്കാം. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞ് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി ഒന്ന് ഇളക്കി മൂത്ത് വരുമ്പോഴത്തേക്കിന് സവാള ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേന് പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച പുളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളുണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് ചൂടായി പൊടികളൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, ഒരുപാട് വാരി ഇടരുത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ലൊരു അടപ്പ് വെച്ച് അത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും മൂടി മാറ്റിയിട്ട് നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ചെറുതായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി.